അപ്പോഴത്തേക്കും ഇത് ഇത് എൻ്റെ ക്ലാസ്സിലെ സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ഇതൊരു ഒരു ചർച്ചയായി. ചർച്ച എന്ന് പറഞ്ഞാൽ അവരെല്ലാം അറിഞ്ഞു. ഈ ഞങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണല്ലോ കൂടുതൽ. നാടകം ഉണ്ടാകും, പല പരിപാടികളുണ്ടാകും, തമാശകളുണ്ടാകും, കുസൃതികളുണ്ടാവും, ക്ലാസ്സിൽ നിന്ന് ചാട്ടം ഉണ്ടാവും. അപ്പോൾ സുഹൃത്തുക്കളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ വഴി പിന്നെ ഈ ഈ മോശമായ ബന്ധത്തെ പാച്ചപ്പ് ശ്രമങ്ങളായി. ഞാനിത് വിട്ടു പോവില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തി. അങ്ങനെ ഒരു വർഷം പലവിധ സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ, സാധാരണ കോളേജ് പ്രണയത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി. ഒടുവിൽ ഈ കുരിശ് പോവില്ല എന്ന് തീരുമാനിച്ചിട്ടായിരിക്കണം പറഞ്ഞു സമ്മതിക്കായിരുന്നു. നമുക്ക് നോക്കാം. പക്ഷേ പ്രൊവൈഡഡ് നമ്മുടെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള സൂചന തന്നു. പക്ഷെ എനിക്കറിയാമായിരുന്നു സമ്മതിപ്പിക്കാം. കാരണം ഒരാളെ സമ്മതിക്കാതിരിക്കേണ്ട കാര്യം എന്താണ്? അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അതൊക്കെ മാറ്റിയാൽ മതി. അത് മാറ്റാൻ എനിക്ക് പറ്റുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതാണ്. പക്ഷേ സാറിൻ്റെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ചേച്ചി തന്നെയാണ്. കാരണം ചേച്ചിയുടെ കയ്യിൽ നിന്ന് അന്ന് കിട്ടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുത്തിട്ട് സാർ യാത്ര പോയ കഥകൾ ഞാൻ ഒരുപാടെടുത്ത് വായിച്ചിട്ടുണ്ട്. അല്ല, ഇത് എൻ്റെ വീട്ടുകാർ അതിനൊന്നും സഹായിച്ചില്ലെന്നല്ല. ഇപ്പം ഞാൻ എൻ്റെ പിതാവ് സ്വന്തമായി വളർന്നു വന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു അന്ന് അക്കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസ്ഥാനമൊക്കെ തുടങ്ങി. അത് തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ലേബർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണ സ്ഥാപനം, അല്ലെങ്കിൽ അതിൻ്റെ പ്രസ്, അതിൻ്റെ പ്രിൻറ്റിങ്, അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരാളെ വേണമെന്നാണ്. അവിടെ എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ദൃശ്യമാധ്യമം, സഞ്ചാരം പോലുള്ള ട്രാവലുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. കൂടാതെ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മുഴുവനല്ല ഞാൻ നിൽക്കുന്നതെന്ന് പുള്ളിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. കല്യാണം പോലുമുള്ള കാര്യത്തിൽ വന്നപ്പം ഞാൻ എൻ്റെ തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യകാലത്ത് ഒരു പിതാവിന് സംശയങ്ങളുണ്ടാവും, ഇയാൾ പോകുന്ന വഴി ശരിയാണോ എന്നൊക്കെ. ആ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംശയം വരുമ്പോൾ അദ്ദേഹം എനിക്ക് തന്നിരുന്ന ഒരു ഉപദേശം ഇതേ ഉള്ളൂ: നിനക്കിഷ്ടമുള്ള പാത തീരുമാനിക്കാം, നിനക്കിഷ്ടമുള്ള തൊഴിലിൽ ഏർപ്പെടാം, പക്ഷേ അതിന് പൈസ ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത്, അതിനുള്ള പണവും നീ തന്നെ ഉണ്ടാക്കിക്കോണം. അപ്പം നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. അപ്പം ഞാൻ ഈ കോളേജ് മാഗസിനുകളിലെ പ്രിൻറ്റിങ്ങിലേക്ക് തിരിഞ്ഞു. അങ്ങനെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിയുമ്പോഴാണല്ലോ നമ്മൾ പെട്ടുപോകുന്നത്, പ്രതിസന്ധിയിലാകുന്നു. പിന്നെ മുമ്പോട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ടെലിവിഷന്, ദൂരദർശനം നമുക്ക് അനുമതി തരുന്നില്ല, അല്ലെങ്കിൽ സ്പോൺസേഴ്സിനെ കിട്ടാതെ വരുന്നു, പാതി വഴി മുടങ്ങിപ്പോകുന്ന ഘട്ടം വരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് വീണ്ടും ചെല്ലുന്നു. അമ്മ അധ്യാപികയായിരുന്നു, ഞാൻ പറഞ്ഞു. അപ്പോൾ ആ അധ്യാപികയായിരുന്ന അമ്മയ്ക്ക് കിട്ടുന്ന പൈസ കുറേശ്ശെ നമുക്ക് തരും. അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഷ്കരിക്കും. അത് കഴിയുമ്പോൾ ആ പ്രശ്നങ്ങളുടെ മൂർധന്യാവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞാൻ വിവാഹിതനാവേണ്ട അവസ്ഥ വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഭാര്യ, അവർക്കിങ്ങനെ അധികം നാൾ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിവാഹം കഴിക്കേണ്ട സാഹചര്യം വരുന്നു. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ വിവാഹിതനാവേണ്ടി വരുന്നു. അപ്പോഴും നമ്മൾ എവിടെയും എത്തുന്നില്ല, നമ്മുടേതായ സ്വപ്നങ്ങളിലൊന്നും എത്തിയിട്ടില്ല. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. മനുഷ്യന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത പദ്ധതികളാണ് നമ്മൾ പറയുന്നത് മുഴുവൻ. ലോകം മുഴുവൻ സഞ്ചരിക്കണമെന്നും ട്രാവലോഗ് ഉണ്ടാക്കണമെന്നും ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ഇനി വരുമാനം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ആളുകൾക്ക് വിശ്വാസം വരുന്നൊരു കാലമല്ലാത്തതാണ്. അല്ല, ഇത്രയും സാർ പൈസയുടെ കാര്യം പറയുമ്പോഴും അപ്പൻ്റെ പബ്ലിക്കേഷൻസിൽ എനിക്ക് തോന്നുന്നു സാർ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് വളരെ സജീവമായിട്ട് സാർ നിൽക്കുകയാണ്. പലയിടത്തുനിന്നും കടം മേടിച്ച് റോൾ ചെയ്താലും സാർ പബ്ലിക്കേഷൻസ് കൃത്യമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഫിനാൻസ് മാനേജർ ആയിരുന്നു. ഈ ഫിനാൻസ് മാനേജ്മെൻറ്റ് സാർ യാത്രകളിലേക്ക് സോളോ ട്രിപ്പൊക്കെ ചെയ്തു തുടങ്ങി വലിയ സ്കെയിലിലേക്ക് മാറിയപ്പോൾ എപ്പോഴെങ്കിലും ചേച്ചി ഒന്ന് പറഞ്ഞിട്ടുണ്ടോ, സന്തോഷ് സാർ ഇങ്ങനെ, അല്ലെങ്കിൽ സന്തോഷ് ഏട്ടാ നമുക്കൊരു വലിയ ജീവിതം കെട്ടിപ്പടുക്കാനുണ്ട്, പിള്ളേരൊക്കെ വരും, എപ്പോഴെങ്കിലും ചേച്ചി ഒന്ന് പിന്നോട്ട് വലിച്ചിട്ടുണ്ടോ സാറിന്? ഒന്ന് നമുക്ക് എന്തെങ്കിലും സേവിങ്സ് വേണ്ടേ എന്നെങ്കിലും എപ്പോഴെങ്കിലും ആ തുടക്കകാലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പൂർണ്ണമായും വിശ്വാസമാണ്. ഞാൻ എന്ത് ചെയ്താലും ഇന്നേ വരെ നോ എന്നോ അതെന്തിനാ അങ്ങനെയെന്നോ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇതേവരെ. എനിക്കതൊരു അത്ഭുതമാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ അന്ധമായിട്ടൊരാൾ വിശ്വസിക്കുന്നത്. ആകപ്പാടെ വല്ലപ്പോഴും സംശയം തോന്നുന്നത്, ഞാൻ ദീർഘയാത്രയ്ക്കൊക്കെ പോയിട്ട് വരുമ്പം ആ സഞ്ചാരത്തിൻ്റെ വീഡിയോ നോക്കും. എന്നിട്ട് അതിനകത്ത് വല്ല പെൺപിള്ളേരും എൻ്റെ പുറകെ പോരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ധൈര്യപൂർവ്വം ഇവളോട് പറയും, നീ സഞ്ചാരം കാണുന്നല്ലേ, ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. പക്ഷെ ഞാനിത് എഡിറ്റ് ചെയ്തിട്ടായി ടെലികാസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലല്ലോ. എൻ്റെ അമ്മയും ആണുങ്ങളുടെ എല്ലാവരുടെയും. എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നറിയാം. ഞങ്ങളൊക്കെ ഇപ്പോൾ ഞാനും കെട്ടിയവനും കല്യാണം കഴിച്ചിട്ട് 4 വർഷമായി. ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞാൽ സാർ എന്തായിരിക്കും തരിക? ഇപ്പം എൻ്റെ അടുത്താണെങ്കിലും എന്നെ പോലെയുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും. നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കേണ്ടതേ ഞാൻ പറയുള്ളൂ. കഴിക്കണ്ടെന്നോ സാർ? അതെന്താണ് സാർ അങ്ങനെ? അതെന്താ സാർ അങ്ങനെ? അല്ല, നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല.
സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത്. നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല, അത്രയും ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അതാണോ സാർ? വായിച്ചോളൂ. എന്റെ കെട്ടിയോൻ ഇതൊക്കെ കേട്ടിരുന്ന് സന്തോഷിക്കുക സാർ. ഇത് പറഞ്ഞു കുറച്ച് നേരത്തെ ഒരു 4 വർഷം മുമ്പേ ആയിരുന്നു സാർ എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ പുള്ളിയുടെ ജീവിതമെങ്കിലും രക്ഷപ്പെട്ടേന്ന് പുള്ളി. കാരണം നമ്മൾ കല്യാണം കഴിക്കുന്നത് ഇപ്പൊ നാട്ടുകാരുടെ ആവശ്യത്തിന് അല്ലല്ലോ, നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ കല്യാണം കഴിക്കുന്ന ആള് അവര് നിവൃത്തികേട് കൊണ്ട് കല്യാണം കഴിക്കുന്നതാ പലരും, അല്ലേ? ഈ കല്യാണം കഴിക്കണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നിർബന്ധമുണ്ടോ? ഇല്ല. എന്തിനാണ് ഈ കല്യാണം? ഞാൻ ഈ കല്യാണം എന്ന് പറയുന്നത്, ഞാൻ കാര്യങ്ങളെയൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കുകയും കുറച്ചുകൂടെ കാലം കഴിഞ്ഞ ആളുകൾ ചിന്തിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ വിവാഹം എന്ന് പറയുന്നൊരു സംവിധാനത്തിൻ്റെ ആവശ്യം എന്താ? ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ച് ജീവിക്കുന്നതാണ് ഈ വിവാഹം എന്ന് പറയുന്നതിന്. അതിനൊരു ചടങ്ങുണ്ടാക്കലാണ് ഈ വിവാഹം, അല്ലേ? ഒന്നിച്ച് ജീവിക്കാൻ സൊസൈറ്റി അനുവാദം കൊടുക്കുന്നു. എന്തിനാണ് വിവാഹം? വിവാഹം എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് സമൂഹത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് എല്ലാവർക്കും ബോധം വെക്കുന്ന ഒരു കാര്യത്തിൽ കല്യാണത്തിൻ്റെ ആവശ്യമില്ല. കാലത്ത് കല്യാണത്തിൻ്റെ ആവശ്യമില്ല. എല്ലാ മനുഷ്യർക്കും ഒരേ അളവിൽ ബോധവും പക്വതയും പ്രാപ്തിയും വരുന്നൊരു കാലത്ത് വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങിൻ്റെ ആവശ്യമില്ല. ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള മറ്റൊരാളുടെ കൂടെ അങ്ങ് താമസിച്ചാൽ മതി, അല്ലേ? സമൂഹം അതിനെ അക്സെപ്റ്റ് ചെയ്യും. എന്തിനാണ് വിവാഹം എന്നൊരു ചടങ്ങ് വെക്കുന്നത്? നാട്ടുകാരെ അറിയിക്കുകയാണ്, ഈ പെണ്ണ് ഇയാളുടേത് സ്വന്തമായി കഴിഞ്ഞു, ഇനി താൻ എൻ്റെ പുറകെ പോകരുത്, അല്ലെങ്കിൽ ഇയാൾക്ക് ഈ ഉത്തരവാദിത്തമായി എന്ന് സമൂഹത്തിലെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകേണ്ട ഒരു പ്രധാന കാരണം ഇതാണ്. അന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി പുരുഷന്മാർ യുദ്ധം ചെയ്യുക, ഒരു സ്ത്രീയെ തന്നെ ഒന്നിക്കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുകയും അവർ പലരും ഒന്നിക്കൂടുതൽ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പുരുഷന്മാരോടൊപ്പം ഒരു സ്ത്രീ കഴിയുകയൊക്കെ ചെയ്തിരുന്നതാണ് പണ്ടത്തെ ഒരു സിസ്റ്റം. നമുക്ക് അല്ലേ, നമ്മൾ നരവംശ ശാസ്ത്രം പഠിക്കുമ്പോൾ അറിയാം. അല്ലാതെ ഈ കല്യാണമൊക്കെ ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? സാർ പറയുന്ന കല്യാണം ഒരു നെസസിറ്റി അല്ല, വേണോന്നുള്ളവർക്ക് അല്ല. ഇപ്പൊ അത് വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും സമൂഹം പക്വത ആർജിച്ചിട്ടില്ല, വളർച്ച പ്രാപിച്ചിട്ടില്ല. വളർച്ച പ്രാപിക്കാത്ത സമൂഹത്തിൽ ഈ നിയമങ്ങളെല്ലാം വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, റോഡിൽ വരയിടുന്നത് എന്തിനാ? ആ റെഗുലേഷൻസ് ഫോളോ ചെയ്യാനായിട്ട്. റെഗുലേഷൻസ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നടുക്കൂടെയുള്ള വര ഇല്ലെങ്കിലും റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ഏതാ റൈറ്റ് സൈഡ് ഏതാണെന്ന് മനുഷ്യൻ അറിയില്ലേ? അറിയാം. ആ വര ഇല്ലാത്ത കാലത്തും വര ഇല്ലാത്ത റോഡിലൂടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ആ വര ഇല്ലെങ്കിലും നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ബോധമുള്ള ഒരാൾക്കറിയാം ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ തന്നെയാണ് പോകേണ്ടതെന്നും ഇത്രയും ഭാഗമാണ് ഏകദേശം നടുഭാഗം വരുന്നതെന്നും കൃത്യമായിട്ട് അറിയാം. അപ്പം ഇന്ത്യൻ ഭരണഘടന മുഴുവൻ വായിച്ചിട്ടോ അല്ലെങ്കിൽ പീനൽ കോഡ് മുഴുവൻ വായിച്ചിട്ടാണോ ഓരോ ദിവസവും നമ്മൾ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്? അല്ല. നമ്മുടെ മനസ്സിലുള്ള ഒരു ബോധവുമാണ് നമ്മൾ അന്യജീവികൾക്ക്, അന്യമനുഷ്യർക്ക് ശല്യമുണ്ടാക്കുന്നതോ ഉപദ്രവം ഉണ്ടാക്കുന്നതോ ഒന്നും ചെയ്യരുത്, നമ്മൾ നമുക്ക് തന്നെ ദ്രോഹം ഉണ്ടാക്കുന്നൊന്നും ചെയ്യരുത് എന്നുള്ള മനുഷ്യൻ്റെ, സിവിലൈസ്ഡായ മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ബോധമാണ് അവനെ പൗരനാക്കുന്നത്. ഈ ബോധം ഇല്ലാത്തവന് വേണ്ടിയാണ് പോലീസ് വഴി നിൽക്കുന്നത്.